ഒരു മനുഷ്യന്റെ ജീവന് എത്ര വിലയുണ്ട് എന്നൊരു ചോദ്യം. നരോദ്യ പാട്ടിയിലെ, ചമൻപൂരിലെ, ഗോദ്രയിലെ ഒക്കെ സംഭവങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ച് കൊല്ലപ്പെട്ട് മൃതശരീരങ്ങൾ പോലും മൃതാവശിഷ്ടങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എടുക്കുമ്പോൾ മാത്രം തിരിച്ചറിയുന്ന അവസ്ഥയിലായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അങ്ങനെയുള്ളൊരു നാട്ടിൽ ഗൗരി ലങ്കേഷിനെ പോലെ, ഗോവിന്ദ് പൻസാരയെ പോലെ, കൽബുർഗിയെ പോലെ ഒക്കെയുള്ള, രോഹിത് വെമുല അടക്കമുള്ള, കാണാതായ നജീബ് അടക്കമുള്ള എത്രയോ മനുഷ്യർ, നിശബ്ദരാക്കപ്പെട്ട, ഭൂമുഖത്ത് തന്നെ ഇല്ലാതായിപ്പോയ, അല്ലെങ്കിൽ സഞ്ജീവ് ഭട്ടിനെ പോലെ ജയിലറകളിൽ ഇപ്പോഴും ഒരു പുരുഷായുസ് മുഴുവൻ കഴിഞ്ഞുകൂടുന്ന നിരവധി പേരുള്ള ഒരു രാജ്യത്താണ് നമ്മളിപ്പോഴും ഒരാളുടെ ജീവന്റെ വിലയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ജീവന്റെ വിലയ്ക്ക് എത്ര പ്രാധാന്യം ഉണ്ടാകാനാണ്? സോനം വാങ്ചുങ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് 20ാമത്തെ ദിവസവും ഭക്ഷ്യപേയങ്ങൾ ഉപേക്ഷിച്ച് തൻ്റെ മൃതപ്രായനായി കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിരിക്കുന്നതും അതേ സ്ഥാനത്ത് സമര പന്തലിലേക്ക് അടുത്ത ആൾ വന്ന് സമരം കണ്ടിന്യൂ ചെയ്തു പോകുന്നതുമായ അവസ്ഥയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നാട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം, ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കേണ്ടതുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മെറിറ്റിൽ, അവർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മെറിറ്റിൽ സത്യസന്ധമായി അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതുപോലും കിട്ടാത്ത സാഹചര്യമാണ്. അത്രമേൽ മോശമായ സാഹചര്യം, അഴിമതിയും അത്രമേൽ കുത്തഴിഞ്ഞ തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനം നമ്മുടെ ക്വാളിറ്റി എക്സാംസിൻ്റെ എല്ലാം സ്വീകാര്യത, ആധികാരികത എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ചോദ്യപേപ്പറുകൾ ചോർച്ച 7ാമത്തെ തവണയും ആവർത്തിക്കുന്നു. നീറ്റ് പരീക്ഷയിൽ പെട്ടെന്ന് വന്ന ആ ഒരൊറ്റ മാറ്റം കൊണ്ട് തന്നെ ആ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ റീ എക്സാമിനേഷൻ, അതിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത എത്ര കുഞ്ഞുങ്ങൾ. CBSE പോലെയുള്ള ഒരു സംവിധാനത്തിലെ ക്രമക്കേടുകൾ, അതിൻ്റെ സൈറ്റുകൾ ഏതൊരു IT നോളജുള്ള ആൾക്കും ആക്സസ് ചെയ്യാവുന്ന അത്ര ദുർബലമാണെന്ന തിരിച്ചറിവ് കേവലം 17ഉം 18ഉം വയസ്സുള്ള സാർത്ഥക് സിദ്ധാർത്ഥിനെ പോലെയുള്ള കുഞ്ഞുങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നൊരു കാലത്ത് അതിനെതിരെ പ്രതികരിക്കേണ്ടതല്ലേ? എത്ര നിശബ്ദരാക്കപ്പെട്ട മനുഷ്യരുണ്ട് നമുക്കിടയിൽ. സ്റ്റാൻ സ്വാമിയെ പോലെ, സഞ്ജീവ് ഭട്ടിനെ പോലെ ഇപ്പോഴും ജയിലറകളിൽ കഴിയുന്ന മനുഷ്യർ, കൽബുർഗിയെയും ഗൗരി ലങ്കേഷിനെയും ഗോവിന്ദ് പൻസാരയെയും പോലെയുള്ള മനുഷ്യർ, ഇങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യർ നമുക്കിടയിൽ നിശബ്ദരാക്കപ്പെടുകയോ, നജീബിനെ പോലെ കാണാതാക്കപ്പെടുകയോ, രോഹിത് വെമുലയെ പോലെ ആത്മഹത്യ ചെയ്യപ്പെടുകയോ ചെയ്തു പോയിട്ടുണ്ട്. ഇവയ്ക്കൊന്നും പരിഹാരമില്ലാതെ, അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ജീവന് വിലയില്ലാതെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സോനം വാങ്ചുങ് 20 ദിവസമായും ഭക്ഷ്യപേയങ്ങളില്ലാതെ കഴിയുന്നത്. അത് ആരെയും അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കരുതേണ്ടത്. വല്ലാതെ ഭയം ഭരിക്കുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ട്. നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയുമോ എന്ന് ഓരോ മനുഷ്യനും ആലോചിക്കേണ്ടതുണ്ട്. നിശബ്ദരല്ലാതിരിക്കുന്നവരെ, ഒച്ച ഉയർത്തുന്നവരെ, മറുപടി പറയുന്നവരെയൊക്കെ തീവ്രവാദികളോ രാജ്യദ്രോഹികളോ ഒക്കെ ആക്കി മുദ്ര കുത്തപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും നിശബ്ദരായിരിക്കാൻ കഴിയില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സോനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു.